ഗൾഫ് രാജ്യങ്ങളിലെല്ലാ അമേരിക്കക്കാരെയും പുറത്താക്കണമെന്നും US സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്നും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ എംപിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാന്റെ മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കണമെങ്കിൽ അവർ അമേരിക്കക്കാരെ രാജ്യത്തു നിന്ന് പുറത്താക്കണമെന്ന് ഇറാനിയൻ MP പറഞ്ഞതായി ടെഹ്റാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തെന്ന് ഈ രാജ്യങ്ങൾ ഉറപ്പാക്കണമെന്നും MP പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന അമേരിക്കൻ വാദത്തിനിടെ ബഹ്റിനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. മനാമയിലെ ഒരു ഹോട്ടലും 2 അപ്പാർട്ട്മെന്റുകളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിലും ഇറാനിയൻ ആക്രമണം നടന്നെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിൻസ് സുൽത്താൻ എയർബേസിനു നേരെ ഉണ്ടായ മിസൈൽ ആക്രമണം സൗദി തടയുകയും ചെയ്തു. ഒരാഴ്ച പിന്നിടുമ്പോഴും യുദ്ധം അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഇരുപക്ഷത്തു നിന്നും വരുന്നത്. ഇറാനെതിരെ ഇറാഖിലെ കുർദിഷ് മേഖല വഴി കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ കൂട്ടപ്പലായനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അസർബൈജാന് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. അസർബൈജാന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ നഖ്ചിവനിലെ വിമാനത്താവളത്തിന് നേരെയും ഷക്കറാബാദിലുമാണ് ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതെന്ന് അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രണ്ടിടങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നും ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഡ്രോൺ വന്നതെന്നുമാണ് അസർബൈജാൻ ആരോപിച്ചത്. അതേസമയം അസർബൈജാനെ തങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നാണ് ഇറാന്റെ നിലപാട്. നഖ്ചിവനിലെ വിമാനത്താവള കെട്ടിടത്തിലാണ് ഒരു ഡ്രോൺ പതിച്ചതെന്നാണ് അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. മറ്റൊരു ഡ്രോൺ ഷക്കറാബാദിലെ സ്കൂൾ കെട്ടിടത്തിൽ സമീപത്തും പതിച്ചു. 2 സാധാരണക്കാർക്ക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. വിമാനത്താവളത്തിന്റെ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതിനിടെ അസർബൈജാൻ ഇസ്രയേലിന്റെ ചാരവൃത്തിക്കുള്ള താവളമാക്കി മാറ്റുന്നതായി ഇറാൻ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഈ വിഷയത്തിൽ അസർബൈജാൻ സർക്കാരിനെ ഇറാൻ ഏറെക്കാലമായി കുറ്റപ്പെടുത്തുകയാണ്. ഇറാന്റെ സുരക്ഷ ദുർബലപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് പിൻവാങ്ങിയില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും നേരത്തെ ഇറാൻ അസർബൈജാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലെബനനിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ എംബസികൾ തകർക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് പുറത്തു വന്നത്. തെക്കൻ ലെബനനിലെ അൽ കഫോറയിൽ ഇസ്രയേലി ആക്രമണത്തിൽ മേയറും ഭാര്യയും കൊല്ലപ്പെട്ടു. വടക്കൻ ലെബനനിൽ അഭയാർത്ഥി ക്യാമ്പും തകർന്നു. ലെബനനിൽ പലായനം ചെയ്തത് 83,000-ലേറെ പേരാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിൽ ഇതുവരെ ആക്രമിക്കപ്പെട്ടത് 29 പ്രവിശ്യകളിലായി 172 നഗരങ്ങളാണ്. ടെഹ്റാനിൽ റവല്യൂഷണറി ഗാർഡിന്റെയും അവരുടെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെയും കമാൻഡ് സെന്ററുകൾ ഇസ്രയേൽ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ ഇസ്രയേലും US ബോധപൂർവം ആക്രമിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. രാജ്യത്ത് ഇതുവരെ 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.